ഒരു ബന്ധം, ആ ബന്ധത്തിനകത്ത് ഇസ്ലാമികമായി പറയുമ്പം ഒരാണും ഉണ്ടാകും, ഒരു പെണ്ണും ഉണ്ടാകും. നമ്മുടെ നാട്ടിലെ ഇനി ബാക്കി രണ്ടെണ്ണം കൂടിയുള്ള ഒരു മാന്യനായ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കേട്ടാലോ? ആദ്യം ഒരു കാര്യം പറയാം, പെണ്ണാണ് എന്ന് വിചാരിച്ച് എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന് വിചാരിക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ട്. ജസ്റ്റിസ് ഫോർ ഐഷ മുഹമ്മദ് എന്ന ഹാഷ്ടാഗ് എല്ലാവരും കമന്റ് ബോക്സിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ ഈ വാർത്ത എത്രയും പെട്ടെന്ന് തന്നെ എത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ് വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ ഈ ഒരു ഡോക്ടർ ഐഷ മുഹമ്മദുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. വേറെ ഒന്നുമല്ല, സ്വന്തം ഭർത്താവ് ഇവരെ പോലും അറിയിക്കാണ്ട് പോയി വേറൊരു കല്യാണം കഴിച്ചു. ഓക്കെ, നീ കല്യാണം കഴിച്ചോ, നിന്റെ ഇഷ്ടം, നിന്റെ തോന്നിവാസം, നിനക്ക് ഇവരുമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ വർഷമായിട്ട് ഇവരുമായിട്ട് നീ ഒത്തുപോകാത്തത് കൊണ്ട് നീ ഒരു കല്യാണം കഴിച്ചു. ഡോക്ടർ ഏട്ടാ, അലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അലിയേട്ടൻ പുതിയൊരു കല്യാണം കഴിച്ചപ്പോൾ അവിടെ ഒരു വിഷയമുണ്ടായി. വേറൊന്നുമില്ല, ചെറിയൊരു വിഷയം. പുതിയ കല്യാണം കഴിച്ച് കുടുംബമൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവർ അനാഥരായി. അനാഥരെന്ന് വേണ്ട, അങ്ങനെ പറയണ്ട. അവർ ലൈഫിൽ അവരുടെ ജീവിതം തൊലഞ്ഞു. ഓക്കെ, നിങ്ങൾ പുതിയ കുടുംബ ജീവിതം അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് ഇനി പുതിയ കുടുംബമായിട്ടൊക്കെ പോയി. നിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങളുടെ ചോരയിലുള്ളൊരു മകളും ആ ഭാര്യയും അവിടെ ഒറ്റപ്പെട്ടു. അവർ തുടർന്ന് 10-11 ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടുനടയിൽ സമരത്തിലാണ്. അവർക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാനോ കോപ്പിനോ ഒന്നിനോ അല്ല. അവരുടെ ആവശ്യം, നിങ്ങൾ അവരെ കല്യാണം കഴിച്ച സമയത്ത് ഒരു 100 പവൻ സ്വർണവും കുറെ കാശ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സാധനങ്ങൾ നഷ്ടപരിഹാരം അവർക്ക് തിരിച്ചു കിട്ടണം. നിന്നല്ലാതെ വേണ്ട ഡോക്ടർ ഏട്ടാ, അലിയേട്ടാ, വേണ്ടാത്തോണ്ടാ പറയുന്നേ. ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ ഒന്നും ഇനി അയ്യോ, അടുത്ത് ജീവിക്കുന്ന പെണ്ണിന്റെ അവസ്ഥ കഥാ കൂത. പിന്നെ ഇവർ ലവ് മാരേജ് ആയിരുന്നെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ലവ് മാരേജ് ആയാലും എന്ത് തേങ്ങയായാലും കിട്ടാനുള്ള ആ സ്വർണവും പണവും ആ പെണ്ണിന് തിരിച്ചു കൊടുത്തിട്ട് നീ എവിടെയാന്ന് വെച്ചാൽ പോയി കീരവത്ത് പറക്ക്. ഓക്കെ, ഒരു ബന്ധത്തിലിരിക്കുന്ന സമയത്ത് അടുത്ത ബന്ധത്തിൽ പോയി നൂല് വലിക്കുന്നതിന് മുന്നേ ഓക്കെ, ആദ്യത്തെ ബന്ധം വേർപെടുത്തുന്നതാണ് അന്തസ്. അല്ലാത്തതിന് തന്തയില്ലായ്മ എന്ന് പറയും. പിന്നെ കുറച്ച് മൂത്ത കിളവന്മാരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ഇതിൽ 4 പേരെ അവരെ കല്യാണം കഴിക്കാന്ന്. കിളവന്മാരുടെ കഴപ്പിന് 4 പേര് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്നാ പറയാനാ? അത് വേറൊരു മൂഡ്. ഓക്കെ, ഈ പറയുന്ന കുറെ കിളവന്മാരുണ്ടല്ലോ, ഞങ്ങൾക്ക് 4 പെണ്ണുങ്ങൾ അവരെ കെട്ടാന്ന്. ഈ നിങ്ങൾ കെട്ടുന്ന പെണ്ണുങ്ങൾ വേറെ 4 ആണുങ്ങളെ കെട്ടിക്കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ ഇരിക്കും? നല്ല സുഖം ഉണ്ടാവോ? ചിന്തിക്ക്, ലോജിക് യൂസ് കേട്ടാ. ഈ 4 കെട്ടാം, നമ്മുടെ മതത്തിൽ നമുക്ക് 4 പേരെ കെട്ടാൻ വരുന്ന അഭിമാനത്തോടെ പറയുന്നുണ്ടല്ലോ. അപ്പം നിങ്ങളുടെ മതത്തിൽ പെണ്ണുങ്ങൾക്ക് 4 കെട്ടാമോ? ഏത്? അത് ഒന്ന് ഉത്തരം കിട്ടിയാൽ കൊള്ളായിരുന്നു. ഓക്കെ, മതത്തിലെ നല്ല നല്ല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ വീണ്ടും വീണ്ടും വേറെ ആൾക്കാരെ കെട്ടിക്കൊണ്ടുവരുന്നതെന്ന് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അതൊന്നും ആരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഈ മതത്തിൽ പറയുന്നത് എന്താണ് കാര്യമെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ ഡോക്ടർ ഐഷ മുഹമ്മദ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. ഇപ്പോൾ സമയം രാത്രി 1 മണിയാണ്. ഞാനിപ്പോൾ ഈ ലൈവ് എടുക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ സിറ്റ് ഔട്ടിൽ വെച്ചിട്ടാണ്. അടുത്തൊരു ബെഞ്ചിൽ ഞാൻ ഇരുന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടെ ഞാൻ രാവിലെ 11 മണി മുതൽ ഈ സിറ്റ് ഔട്ടിലാണ്. ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിഷേധമല്ല, അത് ഒരു കോർട്ട് ഓർഡറിൻ്റെ കംപ്ലൈ ചെയ്യാനുള്ള എൻ്റെ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഞാൻ രാവിലെ തൊട്ടിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ ആയിഷ. ഞാൻ സംസാരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ എടക്കഴിയൂർ വില്ലേജിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഭർത്താവ് നമ്മൾ കല്യാണ ബന്ധം നിലനിൽക്കെ വേറൊരു ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ ഒരു റിലേഷനുമായിട്ട് നിന്ന് അദ്ദേഹം 2ാം കല്യാണം കഴിച്ചിട്ടുണ്ട്. എനിക്കൊരു മകളുണ്ട്. നമുക്കിടയിലുള്ള പ്രശ്നങ്ങളും നമുക്കിടയിലുള്ള ബാധ്യതകളൊന്നും തീർക്കാണ്ടാണ് ഇദ്ദേഹം ഈ കല്യാണവുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ചൊല്ലി ഇതേപോലെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ എനിക്ക് കയറാൻ പറ്റാത്തതിൻ്റെ ഇവർ വീട്ടിൽ കയറ്റുന്നുണ്ടായിരുന്നില്ല. അത് റിലേറ്റഡ് ആയിട്ടെല്ലാം ഞാൻ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയിനകത്ത് പറഞ്ഞ് ഒരു പെറ്റീഷൻ ഇട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഓർഡർ അതിലെ എതിർകക്ഷികളായിട്ടുള്ള എൻ്റെ ഭർത്താവായിട്ടുള്ള ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫ്, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഫാദർ അബ്ദുൽ ലത്തീഫ്,
അദ്ദേഹത്തിൻ്റെ ഉമ്മ കുൽസും, അതേപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉസ്മാൻ അബ്ദുൽ ലത്തീഫ്, ഇവരെയൊക്കെ ഇൻവോൾവ് ചെയ്ത് ഒരു പെറ്റീഷൻ എടുക്കുകയും എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഓർഡർ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചാവക്കാട് പോലീസിൻ്റെ സഹായത്തോടെ രാവിലെ ഞാനിവിടെ വന്നപ്പം ഇവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വീട് പൂട്ടിയിട്ട് അവർ പോയി. ഞാൻ രാവിലെ തൊട്ടിട്ട് ഇവിടെ കയറാൻ പറ്റാതിരിക്കുകയാണ്. ചാവക്കാട് പോലീസ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ ലിമിറ്റിൽ ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ കൈയൊഴിഞ്ഞു പോയി. അപ്പോൾ തൊട്ട് ഞാനിവിടെ ഉണ്ട്, ഇത്ര നേരമായിട്ടുണ്ട്. ഞാനതിനകത്ത് അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മുസ്ലിം പെണ്ണിൻ്റെ അവസ്ഥയാണ്. നമ്മളെ ഇങ്ങനത്തെ ഒരു 2ാം കല്യാണത്തിൻ്റെ ഒക്കെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കേൾക്കാനൊന്നും ആരുമില്ല. ഈ സ്വന്തം മഹല് കേൾക്കുന്നില്ല. പിന്നെ 2ാം കല്യാണം കഴിഞ്ഞാൽ അത് നടത്തിക്കൊടുത്ത മഹലായിട്ടുള്ള മാണിയമ്പലം ജുമാ മസ്ജിദാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് ജില്ലയിലാണത് വരുന്നത്, പൂവാറ്റുപറമ്പയിൽ. അപ്പോൾ അവരും നമ്മൾ കൈയൊഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി സംസാരിച്ചിരുന്നു, അവർക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സിറ്റുവേഷനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പെണ്ണിന് വേണ്ടി സംസാരിക്കാനും പെണ്ണിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ആരുമില്ല. പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗത്തിൽ ബഹുഭാരിത്വം പോസിബിൾ ആണല്ലോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ ജോലിയെടുത്ത് ജീവിക്കുന്ന ഒരു നാട്ടിലെ സാഹചര്യം വെച്ചിട്ട് എനിക്കറിയാം അതൊരു ഇസ്ലാമിക നാടാണ്. അവിടെ എങ്ങനെയാണ് ഇങ്ങനത്തെ കേസുകൾ ഡീൽ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കുറച്ച് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചിട്ട് അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു നടപടികളില്ലാതെ കൃത്യമായിട്ടുള്ളവർക്കൊന്നും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഇല്ല മഹലുകളിലൊന്നും. അപ്പോൾ ആര് വന്നിട്ടുണ്ടെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഐ എം അറ്റ് ലോസ്. എനിക്കൊരു മകളുണ്ട്. നമ്മൾ 2 പേരാണ് ഇപ്പോൾ ഇതിനകത്ത് സ്ട്രഗിൾ ചെയ്യുന്നത്. ഈവൻ നമ്മളെ ഈ എൻ്റെ ഭർത്താവിൻ്റെ ഫാമിലി നമ്മളെ അബാൻഡൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, രാവിലെ തൊട്ടിവിടെ ഞാൻ ഇരിക്കുന്നുണ്ട്. 1 വരെ ആയിട്ടില്ല. ഇപ്പോൾ ഞാൻ പുറത്ത് തന്നെയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പം 1:15 ഇത് പബ്ലിക്കിൽ എത്തണമെന്ന് തോന്നി. ഇതൊരു നിശബ്ദമായിട്ടുള്ള ഒരു പോരാട്ടമാവട്ടെ. എനിക്കറിയില്ല ഇതല്ലാതെ ഞാൻ വേറെ എന്താ ചെയ്യാന്നുള്ളത്. കുറേയൊക്കെ നിയമപരമായിട്ട് പോയി, ലീഗലി ഒരുപാട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു. ഓക്കെ, ഇവർ നിയമത്തിൻ്റെ വഴിയിൽ പോരാടുകയാണ്. നിയമത്തിൻ്റെ വശത്തുനിന്ന് എത്രത്തോളം നീതി ഇവർക്ക് ലഭിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്കത് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇത് കേസ് നീണ്ട് വർഷങ്ങളോളം പോകും. ഈ കിട്ടാനുള്ള സ്വർണവും കാശുമൊക്കെ മിക്കവാറും അവൻ്റെ 2 തലമുറ കഴിഞ്ഞാലും കിട്ടുമെന്ന് തോന്നുന്നില്ല. ആ ഒരു സെറ്റപ്പിലോട്ടാണ് അത് പോകുന്നത്, കേസും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, ആ കിട്ടാനുള്ള സ്വർണവും പണവും തിരിച്ചവർക്ക് മേടിച്ചു കൊടുക്കുക. ഇനി അവനുമായിട്ടൊരു കുടുംബ ജീവിതമോ കാര്യങ്ങളോ അവർക്ക് താല്പര്യമില്ല. അവർക്കൊരിക്കലും താല്പര്യം വരരുത് ഇങ്ങനെയുള്ളവന്മാരുമായിട്ട്. ഓക്കെ, അതുകൊണ്ട് ഉറപ്പായിട്ട് അവർക്ക് കിട്ടാനുള്ള സ്വർണവും പണവും തിരിച്ചു മേടിച്ചു കൊടുക്കുക. അവനെന്താന്ന് വെച്ചാൽ ചെയ്ത് തൊലഞ്ഞുകൊണ്ട് പോട്ടെ. ഓക്കെ, എനിക്ക് അവരുടെ അടുത്തും പറയാനുള്ള അത് തന്നെ. ഇനി അവൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. പക്ഷേ കിട്ടാനുള്ള സ്വർണവും പണവും അത് മേടിച്ചെടുക്കുക. കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റിൽ 2 സൈഡും കേട്ടിട്ട് അഭിപ്രായം പറയണേ എന്നൊക്കെ പറയുന്നു. ഇനി അവൻ്റെ സൈഡ് എന്നാ കേൾക്കാനിരിക്കുന്നു? എന്ത് കേൾക്കാനിരിക്കുന്നു? ഓക്കെ, ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന്, ഇവരെ എന്നോട് അങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറി, അതുകൊണ്ടാണ് ഞാൻ അവരെ വേണ്ടെന്ന് വെച്ചെന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ മേ ബി അവൻ ന്യായീകരിക്കുന്നത്. എന്നാലും ആ ബന്ധം പൂർണ്ണമായി വേർപെടുത്തി അവർക്ക് കൊടുക്കാനുള്ള സ്വർണവും പണവും കൊടുത്തതിന് ശേഷം നീ എവിടെയെന്ന് വെച്ചാൽ പോ, വേറെ കെട്ടെ, എന്താണെന്ന് വെച്ചാൽ കുടയും പിടിച്ചോണ്ട് പോ. അതിൽ അന്തസ്സ്. അല്ലാണ്ട് അവരെ പോലും അറിയിക്കേണ്ട നൈസായിട്ട് അവരെ മുക്കി വെച്ചിട്ട് വേറെ ഏതോ മഹലിൽ പോയി എവിടെ കൂടെ ഒക്കെ കയറിപ്പോയി ആരെയൊക്കെ പറ്റിച്ച് ആരെയൊക്കെ കൂടെ കൈയൊക്കെ വെച്ച് അവൻ കല്യാണം കഴിച്ചിട്ട് നൈസായിട്ട് അവൻ വലിഞ്ഞ്. അപ്പോൾ ഇവരെ കിട്ടിയ സമയത്ത് കിട്ടിയ സ്ത്രീധനം എന്ന പേരിൽ കിട്ടിയ സ്വർണവും പണവും, ഓക്കെ, അവർ മോശക്കാരി, അവരെ ഇഷ്ടമല്ല, അവരെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശും സ്വർണവും തിരിച്ചു കൊടുക്കണം, തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ മറ്റേ പരിപാടിയും കാണിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിയമപരമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതാണ്. ചർച്ച ചെയ്ത് നിയമപരമായിട്ട് അവർക്ക് നീതി ലഭിക്കണം. അതിന് വേണ്ടിയിട്ട് മെയിൻ സ്ട്രീം മാധ്യമങ്ങളടക്കം ഈ വിഷയം സംസാരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അവർ സമരപ്പന്തൽ കെട്ടി ആ ഒരു സമരത്തിൻ്റെ ഒരു ബാനറൊക്കെ അടിച്ച്
അവർ സമരം ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം രാത്രിയിൽ. ഞാനൊരു 7 ദിവസമായിട്ട് വളരെ ശാന്തമായിട്ട് നടത്തിക്കൊണ്ടിരുന്നൊരു സമരമാണ്. ഇന്ന് രാവിലെ മുതൽ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഗേറ്റ് പൂട്ടി എന്നെ പുറത്താക്കിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് മുതൽ ഞാൻ ആ കസ്റ്റഡിയിലാണ്, പുറത്തിരിക്കുകയായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഇപ്പം നമ്മളിതാ ഇങ്ങനൊരു ബാനറൊക്കെ ഇട്ടിട്ട് സമരം ഒന്നും കൂടെ കടുപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് നീതി കിട്ടേണ്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല എനിക്ക് വേണ്ടി ഞാൻ തന്നെ സംസാരിക്കണം, അതല്ലാതെ ആരും സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തരുമ്പ് പിന്നോട്ടേക്കില്ല, ഇത് ഞാൻ മുന്നോട്ടേക്ക് തന്നെയാണ്. നീതി കിട്ടും വരെ പൊരുതുകയും ചെയ്യും. ഉള്ള സകലമാന വെയിലും മഴയും കൊണ്ട് അവരവിടെ കിടക്കുന്നുണ്ട്, മഴയൊക്കെ പെയ്യുന്നുണ്ട്. അവർക്ക് നീതി വേണം, വേറൊന്നുമില്ല. ഈ നാറിയിലൂടെ ജീവിക്കണമെന്നൊന്നുമല്ല അവർ പറയുന്നത്. അവർക്ക് കിട്ടാനുള്ള സ്വർണവും പണവും കിട്ടണം, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്ത് സൈഡ് അവൻ്റെ സൈഡ് ന്യായം ഉണ്ടെന്ന് പറഞ്ഞാലും ഓക്കെ, അവൻ വേറെ കെട്ടിപ്പോയി. ആ സ്ഥിതിക്ക് അവർക്ക് കൊടുക്കാനുള്ള സ്വർണ്ണവും പണവും കൊടുത്ത് നിയമപരമായിട്ട് ഡിവോഴ്സും കൊടുക്കുക, ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറം വേറൊന്നും അവിടെ ഇനി ഇല്ല. അത് കിട്ടണം, അത് കിട്ടിയേ പറ്റത്തുള്ളൂ. ഇനി അവൻ്റെ അച്ഛനോ അവൻ്റെ മാമനോ ആയിട്ടുള്ള ഒരു വ്യക്തി പറയുന്ന കുറേ അപരാധങ്ങളുണ്ട്. ഈ പരട്ട കളവന്മാരെയൊക്കെ തലയ്ക്കകത്തിരിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളൊന്ന് കേൾക്കണം, കേട്ടു നോക്ക്. നമ്മൾ മാന്യമല്ലാത്ത അതെ, തീർച്ചയായിട്ടും നിങ്ങൾ പ്രൂഫ് എടുക്കേണ്ട കാര്യങ്ങളല്ലേ പറയുന്നത്. വീഡിയോക്ക് പ്രൂഫ് എടുക്കാണ്ട് ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? നിങ്ങളുടെ വഴി തൊടുന്നില്ല അല്ല, നിങ്ങൾ ഇങ്ങനെ എത്ര സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്തത്? നിങ്ങൾ തന്നെ പറയും, നിങ്ങൾ തന്നെ പറയും. അതേലോ എന്റെ വാപ്പാളെ കുടുംബത്തിന് ഞങ്ങൾക്ക് നാട്ടിക്ക് വന്നല്ലേ ഇല്ല. ഈ എന്റെ കുടുംബത്തിൽ കുളങ്ങത്തെ തറവാട്ടിലെ പുറത്ത് ഒരുപെട്ട പെണ്ണായിട്ടില്ല. അതായത് എനിക്ക് വേണ്ടി സംസാരിക്കുന്ന അല്ല, എനിക്ക് വേണ്ടി സംസാരിക്കുന്ന എന്റെ മകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഞാൻ ഉരുമ്പെട്ടവളല്ലേ? ആയിക്കോട്ടെ, ഒരുപാട് കോടതിയിൽ നടക്കണ്ടോ റൈറ്റ്സ് നോക്ക്. നിയമത്തിന് വശക്ക് പോട്ടെ. നിയമം എന്താ വിധിക്കണേ അത് കൊടുക്കണം. ഇത് വന്നിട്ട് നിയമം പറഞ്ഞ വെയിറ്റ് ചെയ്തില്ല, അതിനെ വന്നിട്ട് വന്നിട്ട് ഓരോ കാണിക്കണം. ഇങ്ങനത്തെ കാരണം ഈ കാലത്ത് 15-10 വർഷം വന്നിട്ട് ശരി കേരള താമസിക്കാത്ത ഒരാള് കയറാൻ വന്നു. ഏത് നാട്ടിൽ ഈ നാട്ടിലൊക്കെ അറിയാം. ഈ കല്യാണം ഇവിടെ ലവ് മാരേജ് ആണ്. ഒരു മാന്യമായ അന്വേഷിച്ച് കല്യാണം നടത്തുമ്പോ അതിലെ കെട്ടി പറഞ്ഞ് വീണ്ട കല്യാണം നടത്താണ്. ഈ ലവ് മാരേജ് എവിടെ നന്നായി പോയിട്ടില്ല. ആദ്യം തന്നെ തള്ളാരി വെറുപ്പിച്ച് നടന്ന കല്യാണം നടന്നുപോയി. ഞാൻ സംസാരിക്കുന്നത് അപ്പൊ സംസാരിക്കാൻ സംഭവിച്ചു. അവർ തമ്മിൽ അടുപ്പുള്ള അപ്പൊ നല്ല നിലക്ക് സംസാരിക്കും. തെറ്റിയപ്പോ നമ്മളെ മാസമായി സംസാരിച്ച് കുടുംബത്തിൽ കയറി വരാം. കുടുംബത്തിലില്ല. ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? ഞാൻ പിന്നെ എങ്ങോട്ടാ പോകേണ്ടത്? നിനക്ക് നിന്റെ വീട് നീ സമൃദ്ധിയുണ്ടാക്കണോ? നീ സ്വന്തമായിട്ട് ഞാൻ എന്റെ ഭർത്താവിന്റെ ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലോട്ടല്ലാണ്ട് അല്ല, ഞാൻ ഡോക്ടറല്ല. ഞാൻ ഇവിടുത്തെ ഒരു സാധാരണ പെൺകുട്ടിയാണ്. പെണ്ണൊക്കെ തുല്യപ്പോ ആണല്ലേ? എന്നിട്ടാണല്ലേ നിങ്ങൾ എന്നെ ഊരുമ്പെട്ട് വിളുന്നു? ഗേറ്റ് എങ്ങനെയോ പറ്റുക? ഈ വീട്ടിലെ ആൾക്കാർക്ക് കയറി പോകണം. അവിടെ കറണ്ട് ഫീസാ ആര് ഫീസ് കിട്ടിയത്? കറണ്ട് നിങ്ങൾ കട്ടാക്കില്ലേ? ഇൻവെർട്ടർ അവർ ഓഫ് ആക്കിട്ട് എടുത്ത് പോകുള്ളൂ. ആ ഇൻവെർട്ടർ കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഇല്ല. അവർക്ക് മാന്യതയും പഠിപ്പിക്കാൻ മാത്രമേ അറിയൂ. മാന്യമായിട്ട് നമ്മളിത് കോടതി അവസാനിപ്പിക്കുന്ന വിഷയമാണ്. ഇത് കോടതി വിഷയമാണ്. ഒരു സ്ത്രീയോ ഡോക്ടറാണ്. മാനദണ്ഡ ഒരു ഡോക്ടറാണ്. നീ ഇപ്പൊ നിന്റെ ആരാ? അതിനോട് സംസാരിക്കാൻ പറ്റുന്ന ഈ ശരി സംസാരിക്കണ്ട. അത് ഇവിടെ കോടതി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോ വന്ന വിഷയം ഈ കോടതി നടക്കുന്നതിൽ നിങ്ങളാരാ? ഈ കേസിൽ നിങ്ങൾ എന്താ കക്ഷി? നിങ്ങൾ കക്ഷിയാണോ? പിന്നെ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാം. ഈ വഴി പഠിക്കണം. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് എവിടെ നിങ്ങൾ ഇവനൊക്കെ ഏതാടാ? ഇവനൊക്കെ അങ്ങനെ ഞാൻ ചോദിക്കത്തുള്ളൂ. ഈ കേസിൽ നിങ്ങൾ കക്ഷിയില്ലല്ലോ, അപ്പൊ നിങ്ങൾ സംസാരിക്കണ്ട. ഓക്കെ,
ഒരുമ്പട്ടവളയെന്നാണ് ഈ സ്ത്രീയെ ഈ പുന്നാര മാന്യനായിട്ടുള്ള തേൻമൊഴിക്ക വാമൊഴിക്ക പേടമാൻ കളിയാക്കിയത്, മീൻസ് അപരാധം പറഞ്ഞത് ഒരുമ്പട്ടവളയെന്ന്. തൻ്റെ മരുമോനെ അവനോ ഇല്ലേ, അവനെ പോയി വിളി. അതായത് ഇവരൊക്കെ ആദ്യം കല്യാണം കഴിച്ചവൻ, അവനെ പോയി വിളി. അവനാണ് ഒരുമ്പട്ടവൻ. നാട്ടിൽ നടക്കുന്ന ഓരോ പെണ്ണുങ്ങളെയും കെട്ടി നടക്കുന്നവൻ. വേറൊരു കിളവൻ പൂർണ്ണ സപ്പോർട്ടൊക്കെ തരുന്നുണ്ട്. എനിക്ക് പുച്ഛമാണ് തോന്നി ഇതൊക്കെ കണ്ടപ്പോൾ. ഇത്ര അതപ്പതിച്ചു പോയല്ലോ എന്ന് ഞാനപ്പോൾ ചിന്തിക്കുന്നു നമ്മുടെ നാട്. ഓക്കെ, ഇതിനുശേഷം ഈ ലേഡി കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട്. അവരുടെ ഒരു ചാനലിൽ തന്നെ, മീൻസ് അവരുടെ ഒരു ഇൻസ്റ്റാ പേജിൽ പ്രൊഫൈലിൽ അവർ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് കൊടുക്കാം. ഞാനൊരു സമരത്തിലാണ്. ഇന്നേക്ക് 12 ദിവസമാവുന്നു ഞാൻ ആ സമരം തുടങ്ങിയിട്ട്. 2 ഉദ്ദേശങ്ങളാണ് ആ സമരത്തിനുള്ളത്, 2 ആവശ്യങ്ങളാണ് എനിക്കുള്ളത്. ആദ്യം നമുക്ക് ഉദ്ദേശത്തിനെ കുറിച്ച് സംസാരിക്കാം. എൻ്റെ ഭർത്താവ് ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫ്, അദ്ദേഹം ഈ വിവാഹബന്ധം നിലനിൽക്കെ എന്നെ എൻ്റെ മകളെയും ഒരു അപഹാസ്യ കഥാപാത്രമായി സമൂഹത്തിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ കല്യാണം നടത്തിക്കൊടുത്ത മഹലും എൻ്റെ മഹലും നമ്മുടെ ജീവിതം ഇങ്ങനെയായതിന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം തരിക. അതല്ലെങ്കിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആരാണെന്നുണ്ടെങ്കിലും ഇതിലൊരു വിശദീകരണം തരിക. രണ്ടാമത്തെ ആവശ്യം, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ കയറി താമസിക്കാനായി എനിക്ക് ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതായത് അവിടെ കയറി താമസിക്കാൻ അർഹതയുണ്ടെന്ന് പറഞ്ഞിട്ട് SHOക്ക് കൃത്യമായ ഡയറക്ഷൻ കൊടുത്തിട്ടുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഓർഡർ കംപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ വാതിൽ പൂട്ടി, ആദ്യം വാതിൽ പൂട്ടി, പിന്നെ കറണ്ട് കട്ടാക്കി, പിന്നെ വെള്ളം കട്ടാക്കി. ഒരു സമയത്തിൽ അവർ ഗേറ്റും പൂട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലും എന്നെ അവിടെ കയറ്റില്ല എന്നുള്ളൊരു വാശി പുറത്തു നിൽക്കുകയാണ്. ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കുക. ഇത് 2ആണ് എൻ്റെ സമരത്തിൻ്റെ ഉദ്ദേശം. എൻ്റെ ആവശ്യം, എൻ്റെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ പഠനത്തിന് വേണ്ടി എൻ്റെ ഉപ്പ കല്യാണ സമയത്ത് തന്നിട്ടുള്ള 100 പവൻ സ്വർണം, അതേപോലെ ആ കാലഘട്ടത്തിൽ പല തവണകളായി കൈപ്പറ്റിയിട്ടുള്ള 15 ലക്ഷം രൂപ, ഇതൊക്കെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് എന്നിൽ നിന്നും അപഹരിച്ചിട്ടുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ പുതിയ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയ സാഹചര്യത്തിൽ അത് അദ്ദേഹത്തിൻ്റെ മുതലല്ലല്ലോ, എനിക്കത് തിരിച്ചു തരിക, മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം അർഹിക്കുന്ന പോലെ എനിക്ക് തരിക. നാളിതുവരെ മെയിൻ്റനൻസ് ഒന്നും കൊടുക്കാതെ സൈഡാക്കി കൊണ്ടിട്ട് നടക്കുന്ന എൻ്റെ മകളെ വേണ്ട വിധത്തിൽ പരിഗണിച്ച് അവൾക്ക് വേണ്ടി അത് ചെയ്യുക. ഇതാണ് എൻ്റെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം ഇപ്പോൾ കഴിഞ്ഞ 1, 2, 3 ദിവസത്തിനകത്ത് ഞാൻ കൂട്ടിച്ചേർത്തിട്ടുള്ള ആവശ്യമാണ്. ഞാനൊരിക്കലും ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ സമാന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇങ്ങനത്തെ 2ാം കല്യാണങ്ങളിലൊന്നും നമ്മളെ കേൾക്കാൻ അവിടുത്തെ മഹലൂല, ഇവിടുത്തെ മഹലൂല. അത് ഞാൻ വ്യക്തിപരമായി അനുഭവിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ 2ാം കല്യാണം നടത്തി കൊടുത്ത മഹലും അതിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല, നമ്മുടെ സ്വന്തം മഹലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. ഈ അരാജകത്വം, ഈ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറണം. ഇതാണ് എൻ്റെ 2ാമത്തെ ആവശ്യം. ഓക്കെ, ഇവിടെ 2 മഹലുകളും എന്തോ ഇടപെട്ടിട്ടാണ് ഈ കല്യാണം നടത്തി കൊടുത്തതെന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യത്തെ മഹൽ എന്തോ നടത്തി കൊടുത്തില്ല, 2ാമത്തെ മഹലിൽ പോയിട്ട് ആ കമ്മിറ്റിയിൽ എന്തോ പറഞ്ഞിട്ടാണ് അവർ രഹസ്യമായിട്ട് നടത്തി കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ നടത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മഹൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കേണ്ടി വരും. ഈ കാശുള്ളവന്മാർ കുറച്ച് കാശുകാരി അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ മലർന്നു വീഴുന്ന, അല്ലെങ്കിൽ എല്ലാം മറഞ്ഞു വീഴുന്ന ടീംസാണോ ഈ മഹലുകാരെന്നും കൂടി ചോദിക്കേണ്ടി വരും. വല്ലാത്തൊരു ഫീലാണ് എനിക്കവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും കൊള്ളാടെ. ഒരു പെണ്ണിൻ്റെ ലൈഫ് തൊലച്ചിട്ട് അവൻ 1 കോടിയും കൊണ്ട് മുങ്ങി, 1 കോടിക്ക് മേളിലുള്ള സ്വർണവും കൊണ്ട് മുങ്ങി, 100 പവൻ. ഓക്കെ, പവൻ എത്ര ഉണ്ടെന്ന് പറയല്ലോ, 1 ലക്ഷത്തിന് പുറത്തുണ്ട്. അപ്പം അത്രയും സാധനം കൊണ്ട് അവനങ്ങ് മുങ്ങി നൈസായിട്ട്. ആ സ്ത്രീയും കിടന്ന് സഫർ ചെയ്യുന്നുണ്ട്. നാളെ ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അവരത് ചോദിക്കുന്നത്. അവരുടെ റൈറ്റ്സാണ്. അവർ കല്യാണം കഴിച്ച സമയത്ത് കൊടുത്തിട്ടുള്ള സാധനങ്ങൾ തിരിച്ച് കിട്ടണം. കാരണം ഇനി അവൻ പുതിയൊരു ജീവിതം, അവൻ്റെ പുതിയ അപരാധങ്ങളായിട്ട് അവൻ പോകുമ്പോൾ ഇവർ മറ്റേ വലിഞ്ഞേറി വന്നതാ.
കൊടുത്ത സാധനം തിരിച്ചു വിടറ. ചുമ്മാ ഇരുന്ന് കുണച്ച പരിപാടി കാണിക്കാതെ. ഇന്ന് ലൈവായി ഞാൻ കേട്ട കുറച്ച് വാക്കുകൾ ഞാൻ അവിടെ ഷെയർ ചെയ്യാം. നീ അഴിഞ്ഞാടി നടക്കുന്നവളാണ്, നീ ഉരുമ്പെട്ടവളാണ്, വല്ലവൻ്റെയും കൂടെ നടന്ന് കുട്ടികളുണ്ടാക്കിയിട്ട് ഇവിടെ കയറി പ്രശ്നമുണ്ടാക്കുന്നോടി, നീയൊക്കെ ശരിക്കും ഒരു ഡോക്ടർ തന്നെയാണോ, വേറെ വല്ല പണിക്കുമ്പോടി, നീയൊക്കെ എന്താണെന്ന് നമുക്കറിയാം. ഇതൊക്കെ ഞാൻ ഇന്ന് കേട്ടിട്ടുള്ള കുറച്ച് വാക്കുകളാണ് കേട്ടോ. നിങ്ങളൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ നിങ്ങളെ ഈ സമൂഹം നിങ്ങളെ വാക്കുകൾ കൊണ്ട് പിച്ചു ചീന്തും. അപ്പോൾ നിങ്ങളിതൊക്കെ നേരിടാൻ റെഡിയാണെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി യുദ്ധത്തിന്. പക്ഷേ പെണ്ണുങ്ങളെ, നിങ്ങളൊന്നും ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിലൊന്നും ഈ സമൂഹത്തിലൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. ഇവരൊക്കെ രണ്ടാമതും മൂന്നാമതും നാലാമതും കിട്ടുന്നത് ഇപ്പുറത്ത് നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും. വിഷമത്തോടെ അപമാനം സഹിച്ച് പിച്ച് ചീന്തപ്പെട്ടിട്ട് തല ഉയർത്തി നടക്കാൻ പറ്റാതെ, സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാതെ, ഒരു കുഞ്ഞിനെയും 2 കുഞ്ഞിനെയും 3 കുഞ്ഞിനെയും വെച്ചിട്ട് നമ്മൾ നരകിക്കേണ്ടി വരും. പക്ഷേ ഒരിക്കൽ നിങ്ങൾ ഇതിനൊക്കെ എതിരെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, എൻ്റെ വ്യക്തിപരമായ എക്സ്പീരിയൻസിൽ നിന്നും, ഇവരെ നിങ്ങൾ എല്ലാ തരത്തിലും തളർത്തും. അപ്പം നഖത്തിന് മൂർച്ച കൂട്ടിയും നാക്കിന് മൂർച്ച കൂട്ടിയും ചിന്തകൾക്ക് മൂർച്ച കൂട്ടിയും മാത്രം ഈ മാതിരിയുള്ള യുദ്ധങ്ങൾക്ക് ഇറങ്ങിയാൽ മതി. തളരാൻ റെഡിയല്ലെങ്കിൽ മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ ഇറങ്ങിയാൽ മതി. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജേർണി, ഇറ്റ്സ് എ റിയലി ടഫ് വൺ. ഓക്കെ, അവരുടെ മാനസികാവസ്ഥ എത്രത്തോളം തകർന്ന് തരിപ്പണമായി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരുത്തൻ കാരണം, ആ ഒരു കുടുംബം കാരണം, ഇപ്പം തന്നെ ഒരുമ്പട്ടവളെ എന്തൊക്കെ മോശം വാക്കുകളാണ് അങ്ങനെ പറയുന്നത്. ക്യാമറ ഓണായി നിന്നതുകൊണ്ടാണ് ഇത്രയിലൊക്കെ ഒതുക്കിയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വളരെയധികം പിച്ച് ചിന്തി തന്നെ ഇതിനുശേഷം പറയുന്നേക്കാം. എനിക്കൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്കാവുന്ന പോലെ എനിക്കൊന്ന് ഉത്തരം തന്ന് സഹായിക്കൂ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് നിക്കാഹുകൾ നടക്കുന്നത്? എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ എടക്കാളയൂർ എന്നുള്ള ഒരു മഹലിലാണ്. ഇവിടെയുള്ള പ്രാക്ടീസ് ഞാൻ പറയാം. വരൻ്റെയും വധുവിൻ്റെയും എവിടെയാണോ നിക്കാഹ് നടക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ മഹലിൽ നിന്നും ഒരു ലെറ്റർ വേണം. അതായത് ഏത് തരം വിവാഹമാണ്, ഇദ്ദേഹത്തിന് മുന്നേ ഭാര്യയുണ്ടോ, വല്ല ബാധ്യതകളുണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ 2ാം വിവാഹത്തിന് ഇങ്ങനൊരു ലെറ്റർ എൻ്റെ മഹലിൽ ഇഷ്യൂ ചെയ്തിട്ടില്ല. നമ്മൾ രണ്ടുപേരും ഒരേ മഹല് നിവാസികളാണ് കേട്ടോ, ഒരേ നാട്ടുകാരാണ്. ഇദ്ദേഹത്തിൻ്റെ വിവാഹം കോഴിക്കോട് ജില്ലയിൽ പൂവാറ്റുപറമ്പ എന്നുള്ള ഒരു നാട്ടിൽ മാണിയമ്പലം ജുമാ മസ്ജിദാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഞാനവിടെ പോയിരുന്നു, അവിടുത്തെ പ്രസിഡന്റിനെ കണ്ടിരുന്നു. അവർക്ക് ഈ ലെറ്ററിൻ്റെ ആവശ്യമില്ല എന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഇവിടെ നിന്ന് ലെറ്റർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞതും അവിടെ അവർക്ക് ആ ലെറ്റർ വേണ്ട എന്ന് പറഞ്ഞതിനൊക്കെ ഞാൻ പ്രൂഫുണ്ട് എൻ്റെ കയ്യിൽ. സത്യത്തിൽ ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ നാട്ടിൽ നിക്കാഹുകൾ നടക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ 2ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തയില്ലാണ്ട് ഓരോ നിക്കാഹുകൾ കഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു ഭാര്യ, അതിലൊരു കുട്ടി, ഇവരൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ വരുന്ന ലോസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു വേറെ പെൺകുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ പെൺകുട്ടിക്ക് അവരുടെ സാഹചര്യം എന്താണ്, അവർക്കതിലുണ്ടാകുന്ന ലോസ് എന്താണ്, അതിൽ കുട്ടികളുണ്ടോ, അവരുടെ വിധി എന്താണ്, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമല്ലേ? ഇപ്പോൾ ഈ ഒരു ബന്ധത്തിൽ നഷ്ടം വന്നിരിക്കുന്നത് എനിക്കും എൻ്റെ മകൾക്കാണ്. ഞാനിപ്പം പറഞ്ഞതുപോലെ എൻ്റെ സ്വർണ്ണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, കാശ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. എൻ്റെ മകൾക്ക് നാളിതുവരെ 1 രൂപ പോലും മെയിൻ്റനൻസ് തന്നിട്ടില്ല. എൻ്റെ മകൾക്ക് ഇപ്പോൾ 10 വയസ്സാണ്. 6 വർഷക്കാലമായി ഞാൻ ആ കൊച്ചിനെ സിംഗിൾ ഹാൻഡഡ്ലിയാണ് നോക്കുന്നത്. നാളിതുവരെ 1 രൂപ പോലും മെയിൻ്റനൻസ് തന്നിട്ടില്ല. നിങ്ങൾ അദ്ദേഹത്തിന് രഹസ്യമായൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അബാൻഡൻ ചെയ്തത് വേറെ 2 ജീവനുകളെയാണ്. സത്യത്തിൽ ഞാൻ ഇത് റിലേറ്റഡ് ആയിട്ടൊക്കെ പോസ്റ്റുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ മനസ്സിലാക്കിയത് ഇതെൻ്റെ മാത്രം ഒറ്റപ്പെട്ട അനുഭവങ്ങളല്ല. ഇങ്ങനത്തെ അരാജകത്വം അധാർമികതയും കൊണ്ട് കുറേ പേര് കഷ്ടപ്പെടുന്നുണ്ട്. കുറേ പെണ്ണുങ്ങളും
കുറേ കുട്ടികളും കഷ്ടപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ ഒരു ഓർഡർ വരണ്ടേ ഈ സമൂഹത്തിൽ? കറക്റ്റ് അല്ലേ? ഇവരെ ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇതുപോലെ സഫർ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ ഇവർക്ക് മെസ്സേജ് അയക്കുന്നു, കമന്റ് ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഈ മഹിളകാർ ഇടപെട്ടിട്ട് അവന് നടത്തി കൊടുത്തില്ലേ? എനിക്കൊറ്റ കാര്യം ചോദിക്കാനുള്ള, അവർ ചോദിച്ചതുപോലെ നിങ്ങൾ അവിടെ ഒരു കുടുംബം ഉണ്ടാക്കി വിട്ടപ്പോൾ ഇവിടെ ഒരു അമ്മയും മകളെയും ഇല്ലാണ്ടാക്കി. ഓക്കെ, ഇതിപ്പോൾ കുറേ എണ്ണം പ്രതികരിക്കും. നാളെ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇവരെന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ, ആ മകളെയും കൊണ്ട് എന്തെങ്കിലും ചെയ്ത് തീർന്ന് തൊലഞ്ഞു പോയി കഴിഞ്ഞാൽ കുറേ എണ്ണം ജസ്റ്റിസ് ഫോർ കെണ്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങും. അതുവരെ എല്ലാവൻ്റെ അണ്ണാക്കിലും പിരിവെട്ടിയിരിക്കും. അതുപോലെ ആരും സംസാരിക്കത്തില്ല. ഓ, മറ്റേ സൈഡും കൂടി കേൾക്കണം, അവൻ്റെ ഭാഗത്ത് ന്യായം കാണും, അവൻ എന്താണ് പറയാനുള്ളതെന്ന് അറിയണം. അവൻ്റെ അണ്ണാക്കി പിരിവെട്ടിയിരിക്കുന്ന ഇല്ലല്ലോ. ഓക്കെ, അവര് അത്രയും ഗതികെട്ടത് കൊണ്ടാണ് സമരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അവരുടെ സമ്പാദ്യം, അവരുടെ വീട്ടുകാർ സമ്പാദിച്ച് അവർക്ക് കൊടുത്ത സ്ത്രീധന സാധനം, ഓക്കെ, 1 കോടിക്ക് മേളിൽ രൂപ വരുന്ന സ്വർണം, 100 പവൻ, അതിന് പുറമെ കാശ് വേറെ. അപ്പോൾ ഇതെല്ലാം അവർക്ക് തിരിച്ചു വേണം. അവനില്ല, അവരെ വേണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്തിനാണ് അവർ വിട്ടു, വേണ്ട പോട്ട് പുല്ല്. പക്ഷേ കൊടുത്ത സാധനം തിരിച്ചു കിട്ടണം. നാളെ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മെയിൻ സ്ട്രീം മീഡിയകൾ, മാധ്യമങ്ങൾ അടക്കം ചർച്ച ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കും. അതൊരു മിണ്ടത്തിൽ എല്ലാവരുടെ അണ്ണാക്കിലും പിരിവിട്ടിരിക്കുകയാണ്, അണ്ണാക്കിൽ. ഓക്കെ, ബാക്കി ഒരു ബന്ധം, ആ ബന്ധത്തിനകത്ത് ഇസ്ലാമികമായി പറയുമ്പം ഒരാണും ഉണ്ടാകും, ഒരു പെണ്ണും ഉണ്ടാകും. നമ്മുടെ നാട്ടിലെ രണ്ടാം വിവാഹം കാരണം, രണ്ടാം വിവാഹത്തിലെ പ്രാക്ടീസുകൾ കാരണം പലപ്പോഴും ആണിന് ജീവിതം സുഗമമായിട്ട് രണ്ടാം വിവാഹത്തിലൂടെ മുന്നോട്ട് നീങ്ങും. ഓക്കെ, അതിനകത്ത് എന്തുകൊണ്ടാണ് പെണ്ണിനെ കേൾക്കാൻ ഒരു സ്ഥലമില്ലാതെ പോയത്? എൻ്റെ വ്യക്തിപരമായ എക്സ്പീരിയൻസ് ഞാൻ പറയാം. എൻ്റെ മഹലിൽ പോകുമ്പോൾ അവർ പറയും അവർക്കൊന്നും ചെയ്യാനില്ലെന്ന്. രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുള്ള ആ മഹലിൽ പോയാൽ പറയും ഇല്ല, അവർക്കും ഒന്നും ചെയ്യാനില്ല എന്ന് പറയും. അപ്പം വിവാഹം മഹല് വഴി നടത്തി കൊടുക്കേ എന്തുകൊണ്ടാണ് മഹലുകൾക്കൊന്നും റെസ്പോൺസിബിലിറ്റീസ് ഇല്ലാതെ പോകുന്നത്? ഈ സാഹചര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള പോലെ പെണ്ണുങ്ങൾക്ക് ചെന്ന് പറയാൻ ഒരു ഇടമില്ലാതെ പോയത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് നമ്മുടെ മതത്തിലെ പ്രാക്ടീസുകൾക്കിടയിൽ ഡെവലപ്പായി വന്നത്? എന്തുകൊണ്ടാണ് ഈ ആദ്യ ഭാര്യമാരുടെ വേദനകളും അതിൽ കുട്ടികളുടെ കഷ്ടതകളും, അതല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് താല്പര്യമില്ലാതെ മുന്നോട്ട് പോയിട്ടുള്ള ബന്ധമാണെന്നുണ്ടെങ്കിൽ അതിലെ ഹക്ക് കൊടുത്ത് പ്രോപ്പറായ രീതിയിൽ, താല്പര്യമില്ലെങ്കിൽ തലാക്ക് ചൊല്ലി, അതല്ലെങ്കിൽ 2 ഭാര്യകളെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ തുല്യത പുലർത്തണം എന്നൊക്കെ പറയാനായിട്ടുള്ള ഒരു സ്ഥലം എന്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാതെ പോയത്? എന്തുകൊണ്ടാണ് നമ്മളെ പോലുള്ള പെണ്ണുങ്ങളും അതിലുള്ള കുട്ടികളും അബാൻഡൻഡ് ആയി പോയത്? അവരെ അവഗണിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? അതിനുവേണ്ടി നമ്മൾ ശബ്ദമുയർത്തുമ്പം എങ്ങനെയാണ് നമ്മൾ വേശ്യകളും അഴിഞ്ഞാടി നടക്കുന്നവരും അധിക പ്രസംഗികളും ഒക്കെ ആയി മാറുന്നത്? എങ്ങനെയാണ് നമ്മുടെ മേലുള്ള, നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർ ഇതേ രീതിയിൽ നമ്മോട് സംസാരിക്കാനുള്ള ധൈര്യം അവർക്ക് എങ്ങനെയാണ് വരുന്നേ? ഇത് തികഞ്ഞ അരാജകത്വമല്ലേ? ഇതിനൊക്കെ ഒരു മാറ്റം നമുക്കിടയിൽ വരണ്ടേ? ശരിക്ക് ഇതിനകത്തൊക്കെ ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻസ് വേണ്ടേ? നമുക്ക് പോയി പറയാനൊരു ഇടം വേണ്ടേ? സത്യം എന്ത്, അസത്യം എന്ത്, എന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട റിലീഫുകൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള രീതി, ഇതൊക്കെ വരണ്ടേ? ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കൽ നിങ്ങൾ ശബ്ദം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ എന്തായി സമൂഹം ചെയ്യുന്നതെന്നറിയാമോ? ദേ വിൽ സിംപ്ലി സ്ലട്ട് ഷെയിം യു. നീ അതാണ്, നീ ഇതാണ്, നീ അങ്ങനത്തെ പെണ്ണാണ്, നീ ഇങ്ങനത്തെ പെണ്ണാണ്, നിന്നെ ഒന്നിനും കൊള്ളാത്തത് കൊണ്ടാണ് നിന്നെ അവൻ ഇട്ടുപോയിരിക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് കേൾക്കുന്ന ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. ദിസ് ഈസ് ഹൗ ദ സൊസൈറ്റി ട്രീറ്റ്സ് യു. ഒരു സ്ത്രീ ശബ്ദമുയർത്തി സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവളെ വേറെ പല പേരും ഇട്ട് മുദ്ര കുത്തുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. ഒരു പറട്ടക്കളവെന്ന് പറയുന്നതായിട്ട് നമുക്ക് 4 വരെ കെട്ടാന്ന്. അതുപോലെ തൻ്റെയൊക്കെ ഭാര്യമാരെ വേറെ 4 എണ്ണം കൂടി കെട്ടിക്കഴിഞ്ഞാൽ തൻ്റെയൊക്കെ കഴപ്പങ്ങ് നിൽക്കുമോ? ഞാൻ പറഞ്ഞാൽ കൂടിപ്പോടെ, അതുകൊണ്ട് ചോദിക്കുന്നത്. പക്ഷെ എന്തൊക്കെ ആചാരങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊരു ഇതാക്കി അങ്ങ് ക്രെഡിറ്റ് ആക്കി എടുത്തിരിക്കുകയാണ്. 4 കെട്ടാന്ന്. സൂപ്പറാന്ന്. പക്ഷെ എൻ്റെ പൊന്നടാവേ. എന്തായാലും ഈ ഡോക്ടർ ഐഷ മുഹമ്മദ് ഇട്ടിട്ടുള്ള കുറച്ച് പോസ്റ്റ് ഉണ്ട്, ഞാൻ അതൊന്ന് വായിക്കാം.
ഒരു രണ്ടാം വിവാഹം ആഘോഷിക്കപ്പെട്ടു. ഒരു സമൂഹം മൗനം പാലിച്ചു. ആദ്യ ഭാര്യയും അവളുടെ കുട്ടിയും കേൾക്കാൻ ആരുണ്ട്? മഹലും മറ്റും ഇസ്ലാമിക സമൂഹ സ്ഥാപനങ്ങളും മുസ്ലിം സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഫലപ്രദമായ പരിഹാര സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? ഇസ്ലാം എല്ലാവർക്കും നീതിയും കരുണയും മാന്യതയും ഉറപ്പു നൽകുന്നു. ആ പ്രതിബദ്ധത നമ്മുടെ സമൂഹങ്ങളിലും പ്രതിഫലിക്കട്ടെ. ഓക്കെ, ഇത് ഇവർ ഇട്ടിട്ടുള്ളതാണ്. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ഇവർ എഴുതിയിട്ടുള്ള പോസ്റ്റ്. ഒരു മുസ്ലിം സ്ത്രീക്ക് നീതി എവിടെ തേടാം? ഞാനിത് എഴുതുന്നത് എന്തെങ്കിലും വ്യക്തിയെയോ കുടുംബത്തെയോ മഹലിനെയോ സംസ്ഥാനത്തെയോ ടാർഗറ്റ് ചെയ്യാനോ ബുദ്ധിമുട്ടിക്കാനോ അല്ല. മറിച്ച് സമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കപ്പെട്ട, വ്യക്തിത്വം മുറിപ്പെട്ട ഒരു സ്ത്രീയുടെ മനസ്സിന് ഭയപ്പെടുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം തേടാനാണ്. വർഷങ്ങളായി വേർപിരിഞ്ഞ് കഴിയുകയും ഒറ്റയ്ക്ക് ഒരു കുഞ്ഞിനെ വളർത്തുകയും ജീവാംശം, കുട്ടിയുടെ ക്ഷേമം, സ്വർണവും മറ്റു സ്വത്തുക്കളും തിരിച്ചു കിട്ടാൻ, ഗാർഹിക പീഡനം എന്നിവ സംബന്ധിച്ച് നിയമപരിഹാരങ്ങൾ തേടുകയും ചെയ്യുന്ന ഒരു മുസ്ലിം സ്ത്രീ, സമയവും സമാധാനവും ജീവിതവും അധ്വാനിച്ച കാശും നീതിയും കിട്ടും എന്ന പ്രതീക്ഷയിൽ ചിലവഴിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ ഈ പ്രശ്നങ്ങൾ ഒന്നും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന സാഹചര്യത്തിൽ ഭർത്താവ് ഒരു വിവാഹമോചന ഹർജി പോലും കൊടുക്കാതെ ഇസ്ലാം മതാചാര പ്രകാരം രണ്ടാം കല്യാണം നടത്തി വളരെ ലാഘവത്തോടെ ജീവിതം മുന്നോട്ട് പോയാൽ അവൾക്ക് നീതി ലഭിക്കാൻ എവിടെയാണ് പോകേണ്ടത്? എൻ്റെ കാര്യത്തിൽ എൻ്റെ ഭർത്താവും ഞാനും ഒരേ മഹലിലെ അംഗങ്ങളായിരുന്നു. എനിക്കറിയാവുന്നിടത്തോളം ഞങ്ങൾ ഇരുവരും അംഗങ്ങളായ മഹലിനെ പിന്നീടുണ്ടായ വിവാഹത്തെക്കുറിച്ച് അറിയിച്ചിരുന്നില്ല. വ്യക്തിപരമായി ഞാനും അറിഞ്ഞിട്ടില്ല. നിക്കാഹ് നടന്ന ആ മഹലിനെ വ്യക്തിയെയും ഉത്തരവാദിത്വവും ആവശ്യപ്പെട്ടുകൊണ്ട് പരാതിയും നൽകിയിട്ടും ഇന്നും വരെയും ഒരു മറുപടിയും ലഭിച്ചതുമില്ല. ഏതെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന കേസിൻ്റെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യാനോ ആരുടെയെങ്കിലും വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളെ ചോദ്യം ചെയ്യാനോ എൻ്റെ ഉദ്ദേശമില്ല. മറിച്ച് ഇത്തരം സാഹചര്യങ്ങളിൽ നേരിട്ട് ബാധിക്കപ്പെടുന്ന സ്ത്രീകളെയും കുട്ടികളെയും ആശങ്കകൾ കേൾക്കാൻ, അവർക്ക് അർഹിക്കുന്ന നീതി വാങ്ങിച്ചു കൊടുക്കാൻ നമ്മുടെ സാമൂഹിക സ്ഥാപനങ്ങളിൽ ഫലപ്രദമായ സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എൻ്റെ ഒരു കുടുംബത്തെ മാത്രം കുറിച്ചുള്ള ചോദ്യങ്ങളല്ല ഇതെല്ലാം, മറിച്ച് ഉത്തരവാദിത്തത്തെക്കുറിച്ചും ബാധ്യതയെക്കുറിച്ചും നമ്മുടെ സാമൂഹിക സംഘടനകളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള സ്ഥാനത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഒരു മുസ്ലിം പുരുഷൻ യാതൊരു തടസ്സങ്ങളും കൂടാതെ രണ്ടാമതൊരു വിവാഹം കഴിച്ച് ആദ്യ ഭാര്യയെ കേവലമായി കാണിച്ച് തോൽപ്പിക്കുമ്പോൾ അവൾ എങ്ങോട്ടാണ് സഹായം ചോദിച്ചു പോവുക? ഒരു ബന്ധത്തിൽ സ്ത്രീയും പുരുഷനും ഉൾപ്പെട്ടിരിക്കുന്ന സ്ത്രീ മാത്രം ജീവിതത്തിൽ കേൾക്കാൻ അനുവദിക്കുന്നതിൽ നീതിയില്ലല്ലോ. ഇസ്ലാം സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കാൻ അല്ലയോ പറഞ്ഞിട്ടുള്ളത്? ഈ സാഹചര്യത്തിൽ എവിടെയാണ് സംരക്ഷണം? ഒരു സ്ത്രീ ആരും കേൾക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ, കുട്ടികൾ തർക്കങ്ങൾക്കിടയിൽ സഹികെട്ട് വളരുമ്പോൾ, ഇസ്ലാമിക സാമൂഹ്യ സ്ഥാപനങ്ങൾ യഥാർത്ഥ ചോദ്യങ്ങൾ മുന്നിൽ നിശബ്ദത പാലിക്കുമ്പോൾ ആ സ്ത്രീ എവിടേക്ക് പോകണം? കേൾക്കാൻ ആരാണ് ഉത്തരവാദി? അവളുടെ ആശങ്കകൾ കുറഞ്ഞ പക്ഷം കേൾക്കപ്പെടുകയും പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് ഉറപ്പു വരുത്താൻ മതപരമായ എന്ത് സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത്? നമ്മുടെ മഹൽ സംവിധാനത്തിലും സ്ഥാപനങ്ങളിലും സാമൂഹിക ഘടനകളിലും ഇത്തരം സാഹചര്യങ്ങളിൽ അകപ്പെട്ട് കഴിയുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്ത് സംരക്ഷണ അവകാശ മാർഗങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്? പണ്ഡിതന്മാരിൽ നിന്നും സാമൂഹിക നേതൃത്വത്തിൽ നിന്നും നിയമവിദഗ്ധരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും മാർഗനിർദ്ദേശവും അനുഭവങ്ങളും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുമാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതികൾ കേൾക്കപ്പെടുകയും അവർക്കായി നീതി തേടാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ടെങ്കിൽ ദയവായി അവരെക്കുറിച്ച് ഞാനടക്കമുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമോ? അവ നിലവിലില്ലെങ്കിൽ ഞാനടക്കമുള്ള ഉമ്മമാർക്കും പെങ്ങന്മാർക്കും കൂട്ടുകാരികൾക്കും എല്ലാത്തിനും ഉപരിയായി നമ്മുടെ സമൂഹത്തിലെ ഓരോ പെൺകുട്ടികൾക്കും വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് തുറന്നു ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നത് എന്ന് അതിയായ വിഷമത്തോടെ ഹൃദയഭാരത്തോടെയും ഞാൻ പറയട്ടെ. ഈ കേസുകളിൽ അബ്രാഡ് നാടുകളിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന പരിഗണന കിട്ടില്ല എന്നറിയാം. എന്നിരുന്നാലും ഈ നാട്ടിൽ സ്ത്രീകൾക്കായി നമ്മുടെ അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും മൂല്യദ്രഷ്ടത്തോടെയും ആയി ജീവിക്കാൻ അർഹിക്കുന്നവരാണ് എന്ന് ദയവായി നിങ്ങളൊക്കെയും മറക്കരുത്. ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ടതില്ലേ? കേവലം ഒരു വ്യക്തി എന്ന നിലയിൽ പോലും എന്നെ പരിഗണിക്കാതെ നടന്ന ഈ വിവാഹം എന്നതിൽ
ഏറ്റവും ആഴത്തിൽ അവശേഷിപ്പിച്ച വികാരം എന്താണെന്നറിയാമോ? ഭീകരമായ അപമാനം. എന്നെപ്പോലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ അനേകം സ്ത്രീകൾക്കും ഈ വികാരം പരിചിതമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. 1.5 പതിറ്റാണ്ടോളം നീണ്ട ജീവിതത്തിൽ ഒരു ക്ലോഷർ പോലും ലഭിക്കാതെ, കേവലം ഒരു മനുഷ്യജീവി എന്ന നിലയിൽ പോലും ബഹുമാനിക്കപ്പെടാതെ, സ്വന്തം നിലനിൽപ്പും അന്തസ്സും അവഗണിക്കപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിലെ വരുന്ന മുറിവുകൾ വാക്കുകൾ കൊണ്ട് പൂർണ്ണമായും വിവരിക്കാനാവില്ല. പറയാനുള്ളതിനേക്കാൾ കൂടുതലാണ് പറയാതെ അവശേഷിക്കുന്ന വാക്കുകൾ ചുരുക്കുന്നു എന്ന് ഡോക്ടർ ആയിഷ ചലപൊത്ര മുഹമ്മദ് എന്ന് അവർ സ്വന്തമായിട്ടൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാനസികമായിട്ട് അത്രയും തളർന്ന് തരിപ്പണമായപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു പോസ്റ്റാണ്. ഓക്കെ, അത് കാണുമ്പം തന്നെ അറിയാം അവർക്ക് എത്രത്തോളം ഉള്ളിൽ വിഷമമുണ്ട് എന്നുള്ളൊരു കേസ്. ഓക്കെ, ഇവരെയൊക്കെ ഈ രീതിയിലാക്കിയ അപരാധികളെ എനിക്കൊന്നും പറയാനില്ല, പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. ഞാൻ മറ്റൊരു സ്ത്രീ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേൾക്കാം. ശരിയത്ത് നിയമപ്രകാരം 4 കല്യാണം കഴിക്കാം, പക്ഷെ 2 എണ്ണം കെട്ടിയിട്ടുള്ളൂ. ഇനി ബാക്കി 2 എണ്ണം കൂടിയുള്ള ഒരു മാന്യനായ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കേട്ടാലോ? ആദ്യം ഒരു കാര്യം പറയാം. പെണ്ണാണ് എന്ന് വിചാരിച്ച് എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന് വിചാരിക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ട്. ഇപ്പൊ ഈ കാണുന്ന ഐഡി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇതാണ് ഒരുമ്പെട്ട പെണ്ണ്. ഇനി നമുക്ക് കാക്കമാരുടെ 2 വീഡിയോസ് കണ്ടാലോ? കണ്ടോ? ഇവിടെ ഇന്ത്യയുടെ നിയമം ശരിയാണ്. അത് ഇവിടെ ശരിയാത്ത നിയമപ്രകാരം നടക്കുന്നത്. ശരിയാത്ത നിയമത്തിൽ അങ്ങനെ 4 കല്യാണം വരെ കഴിക്കാം. അത് ഞാൻ 2 കല്യാണം കഴിച്ചു. ഇതൊരു കാക്ക. ഇനി വേറൊരു കാക്കന്റെ കാണാം. കണ്ടോ? നമ്മള് മാന്യമല്ലാത്ത ഈ രണ്ടാമത് കാണിച്ച കാക്കയുടെ മകന്റെ വൈഫാണ് നമ്മൾ നേരത്തെ കാണിച്ച ഐഡിയിലുള്ള ഒരുമ്പെട്ട പെണ്ണ്. കാര്യം എന്താന്നല്ലേ, ഈ കാക്കാന്റെ മകൻ കല്യാണം കഴിച്ചു. പെൺകുട്ടി ഒരു ഡോക്ടറാണ്. ഈ പറഞ്ഞ കാക്കാന്റെ മകനായ മാന്യനായ അദ്ദേഹവും ഡോക്ടറാണ്. കല്യാണം കഴിച്ച് 13 വർഷം ഒരുമിച്ച് ജീവിച്ചു. ഈ ഒരു കാലയളവിൽ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് 100 പവനിലധികം സ്വർണവും 15 ലക്ഷം രൂപയും ഈ പറഞ്ഞ മാന്യനായ ഡോക്ടറായ അദ്ദേഹം അപഹരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. 13 വർഷം കഴിഞ്ഞപ്പോൾ ഈ മാന്യന് വേറെ കല്യാണം കഴിക്കാനൊരു കൊതി. നമ്മുടെ ശരീരത്തെ നിയമപ്രകാരം 4 കെട്ടാലോ? അതിൽ 1 കെട്ടിയിട്ടുള്ളൂ, ബാക്കി 3 ഓപ്ഷൻ ബാക്കിയുണ്ട്. അങ്ങനെ ആ ഒരു ശരീരത്തെ നിയമം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ മാന്യൻ പോയിട്ട് 2ാമത് കല്യാണം കഴിച്ചു. ഈ കുട്ടീനോട് പറയാണ്ട് ഇതിനെതിരെ ചോദ്യം ചെയ്ത പെൺകുട്ടീനെ ആ വീട്ടിലുണ്ടായിരുന്ന ഈ മാന്യന്റെ വാപ്പയും ഉമ്മയും ഒക്കെ ഇറക്കി വിടുകയും ആ വീട് പൂട്ടി അങ്ങ് പോവുകയും ചെയ്തു. ഈ പെൺകുട്ടി പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, എന്റെ കയ്യിൽ നിന്ന് അപഹരിച്ചെടുത്ത 100 പവനിലധികം സ്വർണവും 15 ലക്ഷം രൂപയും എനിക്ക് തിരിച്ചു തന്നിട്ട് നിങ്ങൾ മാന്യമായി ഡിവോഴ്സ് ചെയ്തിട്ട് പോയിക്കോളൂ. പിന്നെ ഈ 13 കൊല്ലം കൂടെ ജീവിച്ചതിന്റെ ബോണസായിട്ട് ഒരു പെൺകുട്ടീനെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ മാന്യനായ അദ്ദേഹത്തിന്റെ കൂടെ കുട്ടി. ഈ മാന്യനായ അദ്ദേഹത്തിന്റെ വാപ്പ പറയുന്നത് ആ കുട്ടി ഇദ്ദേഹത്തിൻ്റെതല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പെൺകുട്ടി ഒരുമ്പെട്ടവളാണ്, മോശക്കാരിയാണ്, കുടുംബത്തിന് വേണ്ടാത്തവളാണ്. അതങ്ങനെയാണല്ലോ അല്ലെ? പെണ്ണിന്റെ നേരെ എന്ത് അക്രമം ചെയ്യാം. അതിനെ പെണ്ണ് ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം മുതൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ അവളൊരു മോശപ്പെട്ട സ്ത്രീ ആയി മാറുമെന്നുള്ളതാണ്. പിന്നീട് അവൾക്കില്ലാത്ത പേരുകൾ ഉണ്ടാവും. അഹങ്കാരി, മോശപ്പെട്ട സ്ത്രീ, ധാർഷ്ട്യക്കാരി, പിഴച്ചവൾ, അങ്ങനെ ഒരുപാട് പേരുകൾ അവൾക്ക് ചാർത്തും എന്നുള്ളതാണ്. അതുപോലെ ഈ പെൺകുട്ടിക്ക് ചാർത്തി. ഈ സ്നേഹിച്ച് കല്യാണം കഴിച്ചു എന്നുള്ളൊരു തെറ്റിന്റെ കാരണത്താൽ മഹല്ല് കമ്മിറ്റിയോ വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും അവർക്ക് വേണ്ടി സംസാരിക്കില്ല. കാരണം ഈ സ്നേഹിച്ച് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഈ ലോകത്ത് തന്നെ നടക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റായിട്ടാണ് ഇവരൊക്കെ കാണുന്നുള്ളത്. എന്നാൽ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കണ്ടുപിടിച്ചു കൊടുത്ത് കല്യാണം കഴിച്ച ആ കുട്ടി അങ്ങ് ആത്മഹത്യ ചെയ്ത് പിന്നെ അവർക്ക് വേണ്ടി പാവം പറയാൻ ഒരുപാട് ആളുകളുണ്ടാവും. ഇനിയിപ്പോ ഈ പെൺകുട്ടിയാണെങ്കിലും ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് ആളുണ്ടാവും. പക്ഷെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവൾക്ക് വേണ്ടി സംസാരിക്കാനോ അവൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താനോ ഒരു നാട്ടുകാരോ ഒരു വീട്ടുകാരോ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ ഒന്നും അറിയാണ്ട് ഒരു പെണ്ണിനെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും മോശപ്പെട്ട പരിപാടി വേറെ ഇല്ല എന്നുള്ളതാണ്. വെറും ഊഹാപോഹങ്ങൾ കൊണ്ട് ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ സമൂഹത്തിന് മുമ്പിൽ മോശപ്പെട്ട സ്ത്രീയാക്കാറുണ്ട്. അവരുടെ വീട്ടിലെ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചറിയാണ്ട് പുറമെ കാണുന്ന മറ്റുള്ളവർ പറഞ്ഞു കേട്ട് അറിവ് വെച്ചിട്ട്. ഓക്കെ, അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അതുപോലെ ആയിഷ മുഹമ്മദ് ഇട്ടിരുന്ന പോസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ. ഇവനെയൊക്കെ എന്ത് ചെയ്യണം? ഒരു സ്ത്രീയെ വഴിയാധാരമാക്കിയിട്ട് അവൻ പുതിയൊരു ജീവിതം ജീവിക്കാൻ പോയിരിക്കുകയാണ്. ഇവനെ പോലുള്ളവന്മാരെ എക്സ്പോസ് ചെയ്യണം, നാട്ടുകാർ കാണണം. നാളെ ആ സ്ത്രീക്ക് കിട്ടാനുള്ള സ്വർണവും പണവും തിരിച്ചു കിട്ടണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും സംസാരിക്കണം. ഇത് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെ ഇവർക്ക് നീതി ലഭിക്കണം. ഇത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങളുടെ ഉദ്ദേശം അത് തന്നെയാണോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ഇടണം. ബൈ.